രാജ്യത്ത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര ശക്തിയായിട്ടുള്ള കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാം അതിന്റെ സൂചനകൾ നൽകുന്ന നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള വർഗീയതയെ ചെറുക്കാൻ കഴിയുന്ന, ഫാസിസത്തെ ചെറുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സഹകരിക്കണം. അതിന് ഇന്ന് KPCC പ്രസിഡന്റും UDF കൺവീനറും അവരുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാക്കളും അടക്കമുള്ള ആളുകളുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ KPCC ആസ്ഥാനത്തിലേക്ക് പോയി അവരുമായി ചർച്ച നടത്തുകയാണ്. അവരുമായി സഹകരിക്കാനും കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനും ഞങ്ങൾ തീരുമാനിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയെ സംബന്ധിച്ച് കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ, കേരള മോഡൽ വികസനം, സഹാച്യുതമേനോന്റെ വികസനം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ പിൻബലത്തിലാണ്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന CPIക്ക് 7 വർഷക്കാലത്തിലധികം പിന്നീട് PKVക്കും കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ വികസനത്തിൽ ഭൂപരിഷ്കരണവും അതുപോലെ തന്നെ ലക്ഷം വീട് പദ്ധതിയും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക വ്യവസായ മേഖലയിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മാറ്റം കോൺഗ്രസുമായി നിന്നപ്പോഴാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്തെ 11 വർഷക്കാലത്തെ BJP ഭരണത്തിനെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPIക്ക് 6 ലക്ഷത്തിലധികം മെമ്പർഷിപ്പുള്ള CPIക്ക് ഡൽഹിയിൽ 10 വർഷക്കാലത്തിനിടയിൽ 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. 25,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം നടത്താൻ കഴിഞ്ഞു. കർഷക സമരം നടന്നു, അതിൽ നമുക്ക് വലിയ പങ്കാണ്. തൊഴിലാളി സമരമാണ്, അതെല്ലാവരും കൂടി ചേർന്ന് നടക്കുന്ന സമരമാണ്. അതുകൊണ്ട് ആളുകളെ കൊന്നൊടുക്കുന്ന, മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്ന, അതുപോലെ തന്നെ ദളിത് ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുന്ന ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് കോൺഗ്രസ് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ ഒരു മാറ്റവും രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. 64 ശേഷമുള്ള കാര്യങ്ങൾ കൊണ്ട് നോക്കിയാൽ ഐക്യമുന്നണി ഗവൺമെന്റ് കാലത്താണ് ബീഹാറിലായാലും ആന്ധ്രയിലായാലും തെലങ്കാനയിലായാലും മണിപ്പൂരിലായാലും ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്ന MP-മാരുടെ എണ്ണം, അതുപോലെ തന്നെ MLA-മാരുടെ എണ്ണം, അധികാരത്തിലെ പങ്കാളിത്തം അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരു ഗവൺമെന്റിന്റെ ആ മുന്നണിയുടെ ഒരു പിൻബലം മാത്രമാണ്, അതിലെ 2 പാർലമെന്റ് അംഗങ്ങൾ മാത്രമുള്ളൊരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും മുന്നണി മാറ്റം വേണമെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംസാരിച്ച 52 സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ, ഞാനടക്കം 5 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ സംസാരിച്ച ആളുകൊണ്ട് 52 പേരിൽ 47 പേര് പറഞ്ഞതാണ്. രാജിവെച്ച് കോൺഗ്രസിൽ ചേരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസുമായി സഹകരിക്കാനാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ കരുത്തുള്ള ഇന്ത്യയിലെ ശക്തമായ ജനാധിപത്യ മതേതര പാർട്ടിയായ കോൺഗ്രസ് ചേരാനാണ് ഞങ്ങൾ തുടരുന്നത്. ഇപ്പോൾ